ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് അയല പൊളിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല സൂപ്പർ ടേസ്റ്റിൽ നല്ല രുചിയോടെ എങ്ങനെ അയല പൊള്ളിച്ചത് ഉണ്ടാക്കാമെന്നാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. അതിനാദ്യം അയല കഴുകി വൃത്തിയാക്കി ഇതുപോലെ വരയിട്ട് കൊടുക്കണം. ഇനി അതിലേക്ക് പൊടികളായ ഉപ്പ് 1/4 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തോളൂ. മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി ക്രഷ് ചെയ്തത് 1/4 ടീസ്പൂൺ, ഒരു നാരങ്ങയുടെ നീര്, പിന്നെ 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണവും ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മീനിൽ മസാല പിടിക്കുന്നത് വരെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. മീനിലെല്ലായിടത്തും മസാല പൊടിച്ചിട്ട് വരണം. അങ്ങനെ മീനെല്ലായിടത്തും മസാല പിടിക്കുന്ന രീതിയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് മാറ്റി വെക്കാം. അതിനുശേഷം ഒരു ചട്ടിയെടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നേരത്തെ മസാല തേച്ച് വെച്ച അയല കഷ്ണങ്ങൾ ഓരോന്ന് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ഭാഗം ഫ്രൈ ആയതിന് ശേഷം മറുഭാഗം തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ മീൻ പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മസാലയിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു സവാള ചെറുതാക്കി കട്ട് ചെയ്തത്, പച്ചമുളക് 2 എണ്ണം, തക്കാളി 2 മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ചെറുതാക്കി കട്ട് ചെയ്തത്, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഉള്ളി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളിയെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പില, 1 ഇല്ലി കറിവേപ്പില, നേരത്തെ അരിഞ്ഞു വെച്ച പച്ചമുളകും ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഉള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവണ വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഇതിലേക്ക് നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഒന്ന് ഉടഞ്ഞു വരുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. തക്കാളി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികളായ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 3/4 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ച കുരുമുളക് 1/2 ടേബിൾ സ്പൂൺ, പിന്നെ ഇത്തിരി ഗരം മസാല ഇട്ടോളൂ, കൂടിപ്പോകരുത്. എന്നിട്ട് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി യോജിപ്പിക്കുക.
പൊടികളുടെ പച്ചമണം മാറി വന്നാൽ ഒരു ഉള്ളി എടുത്ത് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്കിട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ നമ്മുടെ മീൻ പൊളിച്ചതിലേക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയൊരു വാഴൻ്റെ ഇല എടുത്ത് നല്ലവണ്ണം ഒന്ന് വാട്ടിയെടുക്കണം. വാഴൻ്റെ ഇല നന്നായി വാട്ടിയതിന് ശേഷം അതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല എടുത്ത് ആദ്യം നല്ലോണം തേച്ചതിന് ശേഷം ഇതിലേക്ക് പൊരിച്ച് വെച്ച അയില ഇട്ട് കൊടുക്കണം. നിരത്തി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ബാക്കി വന്ന മസാല കൂടെ ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ വാഴൻ്റെ ഇല മടക്കി കെട്ടി വെച്ച് കൊടുക്കണം. അങ്ങനെ 2 പൊതിയും ഇതേപോലെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഫ്രൈ പാൻ എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച മീൻ പൊള്ളിച്ചതിൻ്റെ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നന്നായി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുക്കണം. ഒരു ഭാഗമായതിന് ശേഷം മറ്റേ ഭാഗവും ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം. അങ്ങനെ നമ്മുടെ മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. See you soon next video. Thanks for watching.